കൊല്ലത്ത് നടന്ന സഹോദയ കിഡ് ഫെസ്റ്റിൽ വിജയികളായ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ഫലകവും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു. കൊല്ലം സഹോദയ കിഡ് ഫെസ്റ്റിൽ വിജയികളായ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. കാറ്റഗറി 1 LKG, UKG, BPW, കാറ്റഗറി 2 ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നിങ്ങനെയാണ് മത്സരങ്ങൾ നടന്നത്. നമ്മുടെ കിഡ്സ് ഫെസ്റ്റ് കഴിഞ്ഞ് കുഞ്ഞുവാവമാർ KG മുതൽ 2nd സ്റ്റാൻഡേർഡ് വരെയുള്ള കൊച്ചു കുട്ടികൾ ഇന്നലെ ചിരട്ടക്കോണം, സ്ഥലം കേട്ടിട്ടുണ്ടോ? ചിരട്ടക്കോണം എന്ന് ഇല്ല, അത് കൊട്ടാരക്കരയ്ക്ക് ശേഷമുള്ള ഒരു സ്ഥലമാണ്. അഞ്ചലിനടുത്ത് വരും. അഞ്ചലെന്ന് കേട്ട് കാണും. അഞ്ചലിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ചിരട്ടക്കോണം. രാവിലെ 6:45 ഇവിടെ നിന്ന് 66 സ്റ്റുഡൻസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ 2 വാഹനങ്ങളിലായിട്ട് പോയി. 8:30 അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. 8:30 മുമ്പായിട്ട് നമ്മളുടെ കുട്ടികൾ അവിടെ എത്തി. തിരുവനന്തപുരം സർവോദയ സ്കൂൾ ഉൾപ്പെടെ, തിരുവനന്തപുരത്ത് നിന്ന് 4-5 സ്കൂളുകൾ ഉൾപ്പെടെ, കൊട്ടാരക്കര, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിലെയൊക്കെ സ്കൂളുകൾ ഉൾപ്പെട്ടതാണ് ഈ കൊല്ലം സഹോദയ. അതിൻ്റെ ഭാഗമായി നടന്ന കിഡ്സ് ഫെസ്റ്റ്. അതിൽ നമ്മളുടെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും പോയി സമ്മാനം നേടിയതാണ് ഈ കാണുന്ന ട്രോഫികൾ. 2 സൈഡിലായി നിൽക്കുന്ന കണ്ടില്ലേ? ഈ കിട്ടിയിരിക്കുന്നതെല്ലാം തന്നെ ഈ കൊച്ചു കുട്ടികൾ നേടിക്കൊണ്ടുവന്നതാണ്. ഓർക്കുക, 5 ഗ്രൂപ്പ് ഐറ്റംസ് ആയിരുന്നു ഇന്നലത്തെ കിഡ്സ് ഫെസ്റ്റിനുണ്ടായിരുന്നത്. അതിൽ 3 ഐറ്റത്തിനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത് ഗായത്രിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഗ്രൂപ്പ് ഡാൻസാണ്. ഗ്രൂപ്പ് ഡാൻസ് എപ്പോഴും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. നമ്മളിൽ നിന്ന് വളരെയധികം പോയിന്റുകളുടെ ഡിഫറൻസാണ് സെക്കൻഡ് കിട്ടിയവർക്ക്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കുട്ടികൾ മേടിച്ചത്. അതുകൂടാതെ ഗ്രൂപ്പ് റെസിറ്റേഷൻ 3 ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനാണ് നമ്മുടെ കുട്ടികൾ ഫസ്റ്റ് വാങ്ങിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷീജ പി നായർ നിങ്ങളോട് സംസാരിക്കും. തുടർന്ന് കുട്ടികളുടെ കാറ്റഗറി 1 നടന്ന മത്സരങ്ങളിൽ 2ാം സ്ഥാനവും കാറ്റഗറി 2 നടന്ന മത്സരങ്ങളിൽ 1ാം സ്ഥാനവും ഗായത്രിയിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഫലകവും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ലൈന ശങ്കർ, വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ, ഒബ്സർവർ ശ്രുതി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി. കിഡ്സ് ഫെസ്റ്റിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും നേതൃത്വം നൽകിയ അധ്യാപകരെയും സ്കൂൾ ചെയർമാൻ ഷാജി അനുമോദിച്ചു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രമുഖമായ നൈപുണ്യ വികസനത്തിന് സ്കൂൾ നൽകുന്ന പ്രാധാന്യം ചടങ്ങിൽ എടുത്തു പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.